Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹലോ ഗായ്സ് ഞാൻ ഇന്ന് തൊട്ട് ലോസ്റ്റ് എന്നൊരു അടിപൊളി ത്രില്ലർ സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ തുടങ്ങുകയാണ്. 6 സീസൺ അടങ്ങുന്ന 121 എപ്പിസോഡാണ് ഇതിനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സീരീസ് എക്സ്പ്ലനേഷൻ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ലോസ്റ്റ് സീരീസിൻ്റെ ആ ഒരു നിഗൂഢ ലോകത്തേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു മല്ലു കോമിക്സ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മനുഷ്യൻ കണ്ണു തുറക്കുന്നതാണ്. ഇവന്റെ പേരാണ് ജാക്ക് ഇപ്പോൾ ഒരു മുളൻ കാടുകൾക്ക് നടുവിലാണ്. അപ്പോഴാണ് ഒരു പട്ടി അവന്റെ അരികിലൂടെ പോകുന്നത്. പെട്ടെന്ന് തന്നെ ജാക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അവൻ ആ മുളൻ കാടുകളിലൂടെ ഓടി ആ കാടിന്റെ വെളിയിലേക്ക് വരുന്നു. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് അതൊരു വലിയൊരു ദ്വീപാണ്. വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ആകമാനം നിലവിളി ശബ്ദങ്ങളാണ്. കുറേ മനുഷ്യർ അവരുടെ ജീവന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതെ, ജാക്ക് ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വിമാനം ഓഷ്യാനിക് എയർലൈൻ ഫ്ലൈറ്റ് 814 ഈ നിഗൂഢ ഐലൻഡിൽ ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നു. സിഡ്നിയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് കുറേ പ്രതീക്ഷകളുമായി പറന്ന ഫ്ലൈറ്റാണ്. ജാക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ഒരാളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. അയാളുടെ കാല് പ്ലെയിനിൽ നിന്ന് തെറിച്ച ഒരു ഭാഗത്തിൻ്റെ അടിയിലാണ്. അയാൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ജാക്ക് അവൻ്റെ ടൈ ഊരി അയാളുടെ അറ്റുപോയ ഒരു കാലിൽ കെട്ടുന്നു. തകർന്നു വീണ ഫ്ലൈറ്റിൻ്റെ അരികിലൂടെ പോയ ഒരാളെ അത് അകത്തേക്ക് വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാകുന്നു. ജാക്ക് ഓടിച്ചെന്ന് ഒരു പ്രഗ്നന്റ് ലേഡിയെ സഹായിക്കുന്നു. അവളുടെ പേരാണ് ക്ലെയർ. നമുക്ക് എല്ലാവരുടെയും പേര് ഇങ്ങനെ പറഞ്ഞു പോകാം. ക്ലെയറിനെ എഴുന്നേൽപ്പിച്ച് ജാക്ക് സേഫായിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുന്നു. എന്നിട്ട് ജാക്ക് ആരും കാണാതെ കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവൻ അവൻ്റെ ഷർട്ട് ഊരുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്. അവൻ്റെ പുറം മൊത്തം ചോരയാണ്. ആ ചോര നിർത്തണമെങ്കിൽ അതിലൊരു സ്റ്റിച്ച് ഇടണം. എന്നാൽ പുറത്തായതുകൊണ്ട് തന്നെ അവൻ ആ മുറിവ് തുന്നാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലൂടെ പോയ ഒരു പെണ്ണിനോട് ജാക്ക് സഹായം ചോദിക്കുന്നു. അവളുടെ പേര് കേറ്റ് എന്നാണ്. നമുക്ക് കേറ്റെന്ന് വിളിക്കാം. ആദ്യമൊക്കെ അവള് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ജാക്കിൻ്റെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ അവൾ അതിനെ സമ്മതിക്കുന്നു. ബേസിക്കലി ജാക്ക് ഒരു ഡോക്ടറാണ്. അത് കേറ്റിനോട് പറയുന്നുണ്ട് കേട്ടോ. ഒരു മരവിപ്പിൻ്റെ ഇഞ്ചക്ഷൻ പോലും ഇല്ലാതെ കേറ്റ് ജാക്കിന് ആ മുറിവ് തുന്നിക്കൊടുക്കുന്നു. അടുത്തത് കാണിക്കുന്നത് സോയറിനെയാണ്. സോയർ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് അവിടെ നിൽക്കുവാണ്. ഈ കഥ മുമ്പോട്ട് പോകുമ്പോൾ സോയർ ആയിരിക്കും ഇതിലെ മെയിൻ കഥാപാത്രം. അങ്ങനെ രാത്രിയാകുന്നു. സയ്യിദും ചാർലിയും കുറച്ച് വിറകൊക്കെ ശേഖരിച്ച് അവിടെ തീ കത്തിക്കുന്നു. ജാക്ക് സഹായിച്ച ഒരു പ്രഗ്നന്റ് ലേഡിയില്ലേ, ആ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഹ്യൂഗോ എന്ന ഒരുത്തൻ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു അച്ഛനും അവൻ്റെ മോനും, ഒരു കുറേക്കാരി കപ്പിൾസ്. ഇവരുടെയൊക്കെ പ്രതീക്ഷ നാളെ തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരും എന്നത് തന്നെയാണ്. പിന്നെ ജാക്കും കേറ്റും വിമാനഭാഗം വയറ്റിൽ തറച്ചു കിടക്കുന്ന ഒരാളെ ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്നു. ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് കേറ്റ് ചോദിക്കുന്നു. നിനക്ക് ഇയാളെ നേരത്തെ പരിചയമുണ്ടല്ലേ എന്ന് പറയുകയാണ് ജാക്ക്. ഫ്ലൈറ്റിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റായിരുന്നു എന്ന് കേറ്റ് ഒരു മടിയോടെ പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ഇന്ന് അവർക്കുണ്ടായ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഏകദേശം 40,000 അടി മുകളിലുള്ളപ്പോഴാണ് വിമാനം തകർന്നതെന്നും കോക്പിറ്റ് തകരാറ് കിട്ടിയാൽ ട്രാൻസീവിയർ കണ്ടുപിടിച്ച് പുറം ലോകവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും ജാക്ക് പറയുമ്പോൾ കോക്പിറ്റ് വീണ സ്ഥലം താൻ കണ്ടുവെന്ന് പറയുകയാണ് കേറ്റ്. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നിഗൂഢ ദ്വീപിൽ ചില വിചിത്ര ശബ്ദങ്ങൾ കേൾക്കുന്നത്. തികച്ചും പേടിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു വലിയ ജീവിയുടെ ശബ്ദം. അവിടെയുള്ള എല്ലാവരും തന്നെ പേടിച്ചു പോവുകയാണ്. അടുത്ത ദിവസം എല്ലാവരും ഇന്നലെ കേട്ട ആ വിചിത്ര ജീവിയുടെ ശബ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് എന്തിൻ്റെ ആണെന്നോ അത് ഏത് ജീവിയുടെ ആണെന്നോ ആർക്കും പറയാൻ സാധിക്കുന്നില്ല.
രാവിലെ തന്നെ കേറ്റും ജാക്കും കോക്ക്പിറ്റ് തേടി പോകുവാൻ നിൽക്കുമ്പോൾ ചാർലിയും കൂടെ വരാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നു. ചാർലി ഡ്രൈഷാഫ്റ്റ് എന്നൊരു മ്യൂസിക് ബാൻഡിലുള്ള പ്ലെയറാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ചാർലി അവരുടെ കൂടെ പോകുന്നു. എന്നാൽ പാട്ടിനോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ജാക്ക് അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കോക്ക്പിറ്റ് തേടി പോകുമ്പോൾ അവിടെ ആകമാനം ഇരുണ്ടു മൂടി പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നു. മാത്രവുമല്ല, ഇന്നലെ കേട്ട ആ ജീവിയുടെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. അവസാനം കുറേ ദൂരം നടന്നപ്പോൾ ജാക്കും കേറ്റും ചാർലിയും മരത്തിൽ ഇടിച്ചിറങ്ങിയ വിമാനത്തിന്റെ മുൻഭാഗം കണ്ടുപിടിക്കുന്നു. ഒട്ടും സമയം കളയാതെ കുത്തനെ കിടക്കുന്ന വിമാനത്തിൽ വലിഞ്ഞു കയറി കോക്ക്പിറ്റിലേക്കുള്ള ഡോറും ഇടിച്ചു പൊളിക്കുകയാണ് ജാക്ക്. അങ്ങനെ ട്രാൻസീവിയർ തപ്പി നടക്കുന്ന ജാക്ക് പകുതി ബോധമുള്ള പൈലറ്റിനെ അവിടെ വെച്ച് കണ്ടു. ഉടനെ തന്നെ ജാക്ക് കയ്യിൽ കരുതിയ വെള്ളം പൈലറ്റിന് കൊടുത്ത് അയാളെ രക്ഷിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇന്നലെ കേട്ട ആ ജീവിയുടെ വിചിത്ര ശബ്ദം വീണ്ടും കേൾക്കുന്നത്. ജാക്ക് കേറ്റിനെയും ചാർലിയെയും കോക്ക്പിറ്റിലേക്ക് വലിച്ചു കയറ്റുന്നു. ആ വിചിത്ര ശബ്ദം എന്താണെന്ന് നോക്കാൻ പൈലറ്റ് പോകുന്നു. എന്നാൽ തകർന്നു വീണ ഗ്ലാസ്സിലൂടെ വെളിയിലേക്ക് പൈലറ്റിനെ വലിച്ചെടുക്കുകയാണ് ആരും കാണാത്ത ആ വിചിത്ര ജീവി. ക്ഷമയോടെ കുറേ നേരം വെയിറ്റ് ചെയ്ത അവർ പെട്ടെന്ന് തന്നെ ട്രാൻസീവിയറും എടുത്തുകൊണ്ട് ജാക്കും കേറ്റും ചാർലിയും മരണഭയത്തോടെ ചിതറി ഓടുന്നു. അങ്ങനെ കേറ്റും ചാർലിയും പോകുന്ന വരിയിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ചോരയിൽ കുതിർന്നു കിടക്കുന്ന ഡെഡ് ബോഡി ഒരു ഭീതിയോടെ നോക്കി നിൽക്കുകയാണ് അവർ. അത് നമ്മൾ കണ്ട പൈലറ്റിൻ്റെ ഡെഡ് ബോഡി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ വരികയാണ് ജാക്ക്. എന്ത് ജീവിയുടെ വിചിത്ര ശബ്ദമാണ് അവർ കേട്ടത്? എങ്ങനെയാണ് അത്രയും ഉയരത്തിലുള്ള മരക്കൊമ്പിൽ പൈലറ്റിൻ്റെ ഡെഡ് ബോഡി എത്തിയത്? ഇനി എന്തൊക്കെ നിഗൂഢതകളാണ് ഈ ദ്വീപിൽ ഇനിയും ഉള്ളത്? കാണുക അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പോവുകയാണ്. ഓക്കെ, ബൈ.